പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗസ്റ്റ് 4 വിയാനി പുണ്യവാന്റെ തിരുനാൾ ദിവസം. ജോൺ വിയാനി എല്ലാ വൈദികരുടെയും മധ്യസ്ഥനാണ്. ഇന്ന് വൈദികർക്ക് ഹാപ്പി ഫീസ്റ്റ് പറയുന്ന ദിവസമാണ്. ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്. ജെയിംസ് മഞ്ഞാക്കൽ. 52 വർഷമായി പട്ടമേറ്റിട്ട് 79 വയസ്സെനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യം സുന്ദരമാണ്, പൗരോഹിത്യം ഗംഭീരമാണ്, പൗരോഹിത്യം സംതൃപ്തമാണ്, മനോഹരമാണ്, ആനന്ദപ്രദമാണ്, ശക്തി നിറഞ്ഞതാണ്. പറയാതിരിക്കാൻ തരമില്ല. ഒരു വൈദികന്റെ ആനന്ദം എന്റെ എന്ന് അളക്കാൻ അളവുകോലില്ല. ഈ ആനന്ദമാണ് എനിക്കുള്ളത് മക്കളെ. അത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. അതെ, ഇത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ പോലെ ജീവിച്ച് യേശു ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള വിളി, പ്രസംഗിക്കുവാൻ, രോഗശാന്തി നൽകുവാൻ, പാപമോചനം നൽകുവാൻ, ആളുകളെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് അനയിക്കുവാനുള്ള ഒരു വലിയ ഉപകരണം. ഭയങ്കരമാണ് ഈ വിളി. അതേസമയം വളരെ വൈഷമ്യമേറിയതാണ് പൗരോഹിത്യം. അത്ര എളുപ്പമല്ല ക്രിസ്തുവിനെ പോലെ ആകുക. അത് ഇടുങ്ങിയ വഴിയിലൂടെ ഉള്ളൊരു യാത്രയാണ്. കുരിശുമെടുത്തുകൊണ്ട് പങ്കപ്പാടുകൾ സഹിച്ച് കാൽവരിയിലേക്കുള്ള ഒരു നെട്ടോട്ടമാണ്. വഴികൾ ദുർഘടമാണ്, കുരിശു ഭാരമുള്ളതാണ്. അത് നിരവധി കുരിശുകളുണ്ട്. ഈശോ ഒരു കുരിശേ എടുത്തുള്ളൂ. കാരണം നമ്മൾ പല കുരിശുകൾ, പലരുടെയും വിധവകളുടെ, ഒരു പക്ഷെങ്കിൽ വിവാഹിതരുടെ അവിവാഹിതരുടെ ഒക്കെ കുരിശുകൾ ഏറ്റെടുക്കണം. അവരുടെ പാപങ്ങൾ പോലും യേശുവിനെ പോലെ പേരണം. ആ കുരിശിൽ യേശു പാപമായി മാറിയതുപോലെ മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അവയെല്ലാം സ്വന്തമായി കണ്ടുകൊണ്ട് കർത്താവിനോട് മാപ്പിച്ചൊടിച്ച് പരിഹാരം ചെയ്യേണ്ടവൻ ആണ്. അത് അല്പം ദുഷ്കരമാണ്. അത് ഏറെ പേർ ഒരു പക്ഷെങ്കിൽ ശത്രുക്കളായി എന്ന് വരാം. സ്നേഹിതരെന്ന് കരുതിയവർ, ബന്ധുക്കൾ എന്ന് പറഞ്ഞവർ, അധികാരികൾ എന്നൊക്കെ പറയുന്നവർ, സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കാതിരുന്നെന്ന് വരാം, തിരസ്കരിച്ചു എന്ന് വരാം. ഒരുപക്ഷെ ആ തിരസ്കരണം വളരെ പരിമിതമായിരിക്കാം, ചിലപ്പോൾ കൂടുതലായിരിക്കാം. ചിലപ്പോൾ താരടിക്കൽ, കുറ്റം പറച്ചിൽ, എപ്പോഴും പരിഹസിക്കുക, അത് എവിടെ ചെന്നാലും ഒറ്റപ്പെടുത്തൽ, കുരുകാലിവെട്ട്, ഇതെല്ലാം കണ്ടുകൊണ്ട് വരാം. അപ്പോഴെല്ലാം ആ യേശുവിന്റെ ക്രൂശിതനായ ഈശോയെ നോക്കിക്കൊണ്ട് ഈ വെല്ലുവിളികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അത് ക്രൂശിക്കപ്പെടാനുള്ള ഒരു ഓട്ടം ആണ് പൗരോഹിത്യം എന്ന് മറക്കരുത്. ആന്തരിക സംഘടനം വളരെ വലുതാണ്. ഉദാഹരണമായി, പ്രത്യേകിച്ച് എടുക്കുന്ന വ്രതവാഗ്ദാനങ്ങൾ പാലിക്കുവാൻ അനുസരണം ബുദ്ധിമുട്ടാണ്. ഒരു സ്നേഹമില്ലാത്ത ബിഷപ്പ്, മനസ്സിലാക്കാത്ത അധികാരി എങ്ങനെ അവരെ അനുസരിക്കും? വളരെ ക്ലേശിച്ചെന്ന് വരാം. ആ കാൽവരിയിൽ കയറുന്നതിന് മുമ്പ് ആ ഗെത്സമനി വെച്ച് കഴിയുമെങ്കിൽ ഈ കാസ മാറ്റണമേ എന്ന് പറഞ്ഞ ഈശോയെ പോലെ ഒരു പക്ഷേ നമ്മുടെ വിയർപ്പുകൾ രക്തമായില്ലെങ്കിലും നമ്മൾ അധികമായി ഉള്ളിൽ വേദനിച്ചെന്ന് വരാം അനുസരിക്കുവാൻ. അതിലേറെ ആണ് അത് ശാരീരികമായിട്ടുള്ള നമ്മുടെ ജഡത്തിന്റെ ദുരാശകൾ, നാം എടുക്കുന്ന ബ്രഹ്മചര്യത്തിനെതിരായി, വിശുദ്ധിക്കെതിരായി പോരാടുന്നത് എല്ലാം ആസ്വദിക്കുവാൻ. ആ ഔവായിക്ക് ഏദൻ തോട്ടത്തിൽ വെച്ചുണ്ടായ ആ പരീക്ഷ തന്നെ എല്ലാം ആസ്വാദ്യമെന്ന് തോന്നും, കണ്ണിന് കൗതുകകരമെന്ന് തോന്നും, അറിവേകാൻ കഴിയുന്നതാണെന്ന് തോന്നും, അത് അങ്ങനെ പലതും തോന്നും. എന്തുകൊണ്ട്? അതെ, ഒരുപക്ഷെ ഒരു പെൺകുട്ടിയെ ചുംബനം ചെയ്യുവാൻ, അവളോട് ശയിക്കുവാൻ, അവളുടെ ഒരു സ്പർശനം കിട്ടുവാൻ, അവളിൽ നിന്നൊരു സന്തോഷം കിട്ടുവാൻ ഒക്കെ ജഡം ആഗ്രഹിച്ചെന്ന് വരാം. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇതൊക്കെ കടന്നു വരും പരീക്ഷണങ്ങളായിട്ട്. അതൊക്കെ ഒരു പുരോഹിതനും, ഒരു കത്തോലിക്ക പുരോഹിതനുണ്ടാകുന്ന പരീക്ഷണം ഒരുപക്ഷെ ലോകത്തിൽ ആർക്കും ഉണ്ടായെന്ന് വരില്ല. കാരണം അവൻ ഏകനാണ്. അവൻ ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല അവനെ സ്വാന്തനപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ. അവനുള്ളവൻ ഒരാൾ മാത്രം, വിളിച്ചവൻ യേശുക്രിസ്തു. അത് ചിലപ്പോൾ പരീക്ഷ ഉണ്ടാകും, കല്ലുകൾ അപ്പമാക്കിയാലോ എന്ന്. അതായത് സന്ദർഭങ്ങൾ, പൗരോഹിത്യത്തിന്റെ സന്ദർഭങ്ങൾ ഉപയോഗിച്ച് പണം സമ്പാദിച്ച് ഒരു ബാങ്കിൽ ഒത്തിരി പണമിട്ട് സുരക്ഷിതത്വം കണ്ടുപിടിക്കുവാനായിട്ട്, അതുപോലെ തിന്നും കുടിച്ചും വിഷമിച്ചും മരിച്ചും ജീവിച്ചാലോ എന്നൊരു തോന്നല്, ഒരു പക്ഷെ അതിനുവേണ്ടി തന്നെ കൊടുക്കുക. അപ്പോൾ ജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതാകുക. അതുപോലെ കണ്ണം ചേൽപ്പിക്കുന്ന വൻ കൃത്യങ്ങൾ ചെയ്യുവാൻ, വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾക്ക് ചെയ്ത്
കരിസ്മായി നവീകരണത്തിലായിരിക്കാം. അങ്ങനെ കയ്യടിയും അതുപോലെ തന്നെ നേട്ടവും അംഗീകാരവും ഒക്കെ നേടാനായിട്ട്, അല്ലെങ്കിൽ കൂടെ വീഡിയോയിലും പ്രസംഗത്തിലൊക്കെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ധാരാളം ഫാനുകൾ ചുറ്റും ഉണ്ടായി കാണുവാൻ ആഗ്രഹിക്കുക, ധാരാളം ആരാധകരെ ഉണ്ടാക്കുക. അത് തെറ്റാണ്. ഒരാളെ മാത്രമേ ആരാധിക്കാൻ കഴിയൂ, കർത്താവിനെ. ഇനി മാത്രമല്ല, സാത്താനെ സുഖിപ്പിച്ച് ഒരുപക്ഷെ സ്വത്ത് കാര്യങ്ങൾ, ലൗകികമായ പണം, പേര്, പെരുമ ഇതെല്ലാം കൂട്ടാൻ നോക്കും. ഇത് നമ്മൾ ഏറെ പരീക്ഷ ഒരു വൈദികന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വൈദികന്റെ ജീവിതം എന്തെന്ന്. എന്നാൽ ആ വൈദികൻ പ്രാർത്ഥനയിൽ, നിശബ്ദതയിൽ, സക്കാരുടെ മുമ്പിൽ കമന്നു വീണ് പ്രാർത്ഥിക്കുമ്പോൾ, അഥവാ ക്രൂശിതരൂപം മുത്തിക്കൊണ്ട് അവിടുത്തെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാൻ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, ചീത്തയായി പറയുന്നവരെ ഒന്ന് പോയി ആശ്ലേഷിക്കുവാൻ, അവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ, എല്ലാവർക്കും എല്ലാമായി തീരുവാൻ ഉള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകും. ആ പരിശുദ്ധാത്മാവ് ഈശോയുടെ തന്നെ ആത്മാവാണ്. ഒരു പുരോഹിതൻ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ഈശോയുടെ ആത്മാവാണ്. മാത്രമല്ല, ഏറ്റവും വലിയ സന്തോഷം വരും എപ്പോൾ, ശക്തി വരും എപ്പോൾ ദിവ്യബലി അർപ്പിക്കുമ്പോൾ. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും രൂപഭേദം വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ, അതേ നമുക്കറിയാം, പരിശുദ്ധ കന്യകാമറിയം ഒരിക്കൽ യേശുവിനെ ഗർഭം ധരിച്ച് ലോകത്തിൽ നൽകി. എങ്കിൽ ഒരു പുരോഹിതൻ എല്ലാ ദിവസവും യേശുവിനെ ഗർഭം ധരിച്ച് അൽത്താരയിൽ കൊണ്ടുവന്ന്, അഥവാ അവന്റെ കൈപ്പത്തികൾ, ഞാൻ പറയും ഗർഭാശയമാണ് യേശുവിന് പിറക്കുവാൻ, യേശുവിനെ പിറപ്പിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നു, അന്ധകാരാവൃതമായി ലോകത്തിൽ നൽകുന്നു. എത്രയോ വലിയ അനുഗ്രഹമാണ് ഒരു പുരോഹിതനുള്ളത്. അത് ഓർക്കുമ്പോൾ അത് കുളിര് കോരിയിടും. പ്രിയപ്പെട്ടവരെ, അതുപോലെ പാപികൾ വന്ന് നിറയുമ്പോൾ യേശു നാമത്തിൽ പാപമോചനം കുമ്പസാരത്തിൽ കൊടുക്കുന്നു. അവൻ തന്നെ പാപിയായിരിക്കവേ കർത്താവിന്റെ വചനം ഉപയോഗിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പറയുമ്പോൾ, പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. പുതിയ ഹൃദയത്തോടെ, വെണ്മയുള്ള ഹൃദയത്തോടെ, മഞ്ഞുപോലെ വെളുത്ത ഹൃദയത്തോടെ അവർ കുമ്പസാരക്കുട്ടിന് പോകുന്നു. അങ്ങ് ദൈവരാജ്യത്തിന് അർഹരായിത്തീരുന്നു, ദൈവമക്കളായി പിറക്കുന്നു. എന്ത് സന്തോഷം കുമ്പസാരക്കൂടുകൾ. അതുപോലെ തന്നെ വചന ശുശ്രൂഷകൾ, ആയിരങ്ങൾ പതിനായിരങ്ങൾ ദാഹിച്ചുകൊണ്ട് വചനം കേൾക്കാൻ വരുന്നു. അവരൊക്കെ മാനസാന്തരപ്പെടുന്നു, പുതിയ വ്യക്തികളായി രൂപാന്തരപ്പെടുന്നു, രോഗശാന്തി നേടുന്നു, വിടുതൽ നേടുന്നു, യേശുവിന്റെ മക്കളായി, ദൈവത്തിന്റെ മക്കളായി തീരുന്നു, ദൈവരാജ്യത്തിന് അർഹരായിത്തീരുന്നു. ഇതൊക്കെ അത് ഹൃദയത്തെ മന്ദിപ്പിക്കുന്ന, ഉന്മത്തമാക്കുന്ന നിമിഷങ്ങൾ ആണ്. ഇത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് മക്കളെ ഞാൻ ഇങ്ങോട്ട് പങ്കുവെക്കുന്നത്. ഇതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. നാം കാണുന്ന പുറമേ കാണുന്ന ഒന്നുമല്ല പൗരോഹിത്യം. ആന്തരികമായി ഏറെ അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കണം. നമുക്കറിയാം, ആ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ദാഹിച്ചു. എനിക്ക് ദാഹിക്കും എന്ന് പറഞ്ഞു. ഈ ദാഹം ഇന്ന് നമ്മുടെ ജനങ്ങൾക്കുണ്ട്. യേശുവിന് വേണ്ടി, യേശുവിന്റെ വചനത്തിന് വേണ്ടി നാം അവരുടെ ദാഹം തീർക്കുകയാണ് വചനം പ്രഘോഷിക്കുമ്പോൾ. ഒരു വൈദികന്, ഒരു മെത്രാൻ പട്ടസമയത്ത് ബൈബിൾ കൊടുത്തുകൊണ്ട് പറയുന്നു, പോയി വചനം പ്രഘോഷിക്കുമെന്ന്. കൈകൾ അനോയിന്റ് ചെയ്തുകൊണ്ട്, അഭിഷേകം ചെയ്തുകൊണ്ട് പറയുന്നു, രോഗശാന്തി കൊടുക്കുവാൻ. ഈ രണ്ട് കൃപകളും അവർ വിനിയോഗിച്ച് മതിയാവൂ. കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം, ആളുകൾ വിമോചനവും സൗഖ്യവും കൊടുക്കുവാൻ. ആ ബൈബിൾ പ്രസംഗിക്കണം. എങ്കിൽ മാത്രമേ പൗരോഹിത്യം അതിൽ പൂർണ്ണമാവുകയുള്ളൂ, പൗരോഹിത്യ പ്രവൃത്തി പൂർണ്ണമാവുകയുള്ളൂ. ഒരു പൂജാരിയെപ്പോലെ പള്ളിയിലിരുന്നാൽ പോരാ. പിന്നെയോ ഇറങ്ങിത്തിരിക്കണം ഒരു പ്രവാചകനെ പോലെ. ജനങ്ങളുടെ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെല്ലാം കണ്ട് അവയെല്ലാം സ്വരൂപിച്ച് കർത്താവിനടുക്കൽ പ്രാർത്ഥിക്കുവാൻ, ഒരു മധ്യസ്ഥനായി തീർന്ന് പ്രാർത്ഥിക്കുവാൻ, ബലിയിലൂടെ ഇതെല്ലാം അർപ്പിക്കുവാൻ, അങ്ങനെ അവരിലേക്ക് സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുവാൻ എല്ലാം ഒരു വൈദികൻ കാരണമായി തീരണം. നിശ്ചയമായിട്ടും നമ്മൾ ജനങ്ങളുടെ ദാഹം തീർക്കുമ്പോൾ കുരിശിലെ യേശുവിന്റെ ദാഹമാണ് തീർക്കുന്നത്. വലിയ ദാഹം മനുഷ്യനുണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട്. അതുപോലെ മനുഷ്യന് വേണ്ടി ഈശോയ്ക്ക്, ദൈവത്തിന് ദാഹമുണ്ട് കുരിശില്. അത് തീർക്കുന്നവൻ, ദാഹം തീർക്കുന്നവൻ, ശമിപ്പിക്കുന്നവനാണ് ഒരു വൈദികൻ എന്ന് മനസ്സിലാക്കണമേ. ജീവിതത്തിന് ഒരു സായുജ്യം, ലക്ഷ്യം നമുക്ക് നേടുവാൻ കഴിയും. ഒരു പുരോഹിതൻ എപ്പോഴും ഓർക്കണം, നന്നായി ഓടണം, നന്നായി പൊരുതണം, വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും മുറുകെ പിടിക്കണം. അപ്പോൾ ആ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ കിരീടം, ആ വിശുദ്ധിയുടെ കിരീടം, പുണ്യത്തിന്റെ കിരീടം, നീതിയുടെ കിരീടം, വിജയത്തിന്റെ കിരീടം നമുക്ക് തരും. നമുക്ക്
വൈദികരായ നമുക്ക് കർത്താവ് നന്ദി പറയാൻ നമ്മളെ വിളിച്ചതിന്, ഈ വലിയ മഹത്തായ വിളിയിലേക്ക് വിളിച്ചതിന് നമുക്ക് നമ്മുടെ വിളി ഉറപ്പിക്കാം. പത്രോസ് അപ്പസ്തോലൻ പറയുന്ന പോലെ വിളി ഉറപ്പിക്കുകയാണെങ്കിൽ നമ്മൾ വീണു പോവില്ല. നാം ആരാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ഒരു പുരോഹിതൻ ഒരിക്കലും വീണു പോവുകയില്ല. ആരാണ് എന്നത് ആ ക്രൂശിതനെയാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഒരു വൈദികൻ എപ്പോഴും ഒരു കുരിശ് രൂപം ധരിക്കണം, കയ്യിലുണ്ടായിരിക്കണം, കുരിശ് രൂപത്തെ നോക്കണം. ഇതാണ് എന്റെ പുരോഹിതൻ, നിത്യ പുരോഹിതൻ, എന്നെ വിളിച്ചവൻ. അതിന് കർത്താൻ നന്ദി പറയുക, കർത്താൻ സ്തോത്രം അർപ്പിക്കുക. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം എന്ന് പറയുവാൻ എപ്പോഴും ഇടയാകട്ടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം ഒരു പുരോഹിതൻ അത്രമാത്രം ചിന്തിച്ചാലും മതി വരില്ല. എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല. വൈദികരെ, പുരോഹിതരെ, നമുക്കൊന്നു ചെയ്യുന്ന കർത്താവിനെ സ്തുതിക്കാം. ചെറുപ്പക്കാരെ, കേൾക്കുന്നവരെ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പക്ഷെങ്കിൽ ഒരു വൈദികനാകാൻ വിളിക്കുന്നുണ്ടോ? കേൾക്കൂ. ലോകം തടസ്സമാകരുത്, നിന്റെ അഭിലാഷങ്ങൾ തടസ്സമാകരുത്. യേശുവിനോട് യെസ് പറയൂ. അപ്പോൾ നീ ഈ വലിയ മഹത്തായ വിളി സ്വീകരിച്ച് യേശുവിനെ പോലാകും. യേശുവിന്റെ പുരോഹിതനായിത്തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ വൈദികർക്കും വിയാനി പുണ്യവന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ആമേൻ.